വന്ദേമാതരത്തിന് എന്താ കുഴപ്പം? ഇതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ അർത്ഥം നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാങ്ക് വിളി എങ്ങനെ ചോദിക്കണ്ടേ? ഈ ബാങ്ക് വിളിയിൽ എന്താണ് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുമ്പോൾ പിന്നെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പോകണമെന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ്. ഇന്ത്യയിൽ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CJP പാർട്ടി. പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയാണെന്നും പറയാം അല്ലെന്നും പറയാവുന്ന ഒരു രീതിയിലാണ്. BJP സർക്കാർ ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരിത് എൻഫോഴ്സ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്താണ്? അത് ദേശീയോത്ഗ്രഥനം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അത് നാഷണൽ ഇൻ്റഗ്രേഷനാണ്. ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയെ ഉയർത്തുമ്പോൾ ആ സാധനത്തെ ഉൾക്കൊണ്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. സത്യത്തിൽ ഇവർ ഈ പറയുന്ന സാധനം ഇവർ പറയുന്നത് BJPക്ക് എതിരെയാണെന്ന് പറയുമ്പോൾ ഇത് ചെയ്തത് കോൺഗ്രസും ആകുന്ന സമയത്ത് ഇതൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ജൻസി ആവട്ടെ ആരും ആയിക്കോട്ടെ, ആർക്കായാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഈ വിഷയം BJP മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ ഗുണകരമാകുന്ന ആർക്കാണ്? ഇത് ട്രോളുന്നത് ആരെയാണ് സത്യത്തിൽ? അപ്പോൾ കോൺഗ്രസിനല്ലേ ട്രോളുന്നത്? ഇത് അവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്, മുസ്ലിം ബ്രദറിനോട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ, സിവിൽ ഇഷ്യൂസിൽ നമ്മൾ ഇടപെടണം, അവരുടെ രക്ഷകരായിട്ട് നമ്മൾ അവതരിക്കണം. ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീ ആരിഫ് ഹുസൈനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പം വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, ഭാരതത്തിൽ മൊത്തം, ഇന്ത്യയിൽ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CJP പാർട്ടി. പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയാണെന്നും പറയാം അല്ലെന്നും പറയാവുന്ന ഒരു രീതിയിലാണ്. ജൻസികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. എന്താണ് CJP പാർട്ടിയെക്കുറിച്ച് പറയാൻ? CJP എന്ന് പറയുന്നത് അവര് തന്നെ ഒരു മീം പാർട്ടി എന്ന് പറഞ്ഞാണ് അവർ ഇരിക്കുന്നത്, ഒരു ട്രോൾ എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ നമ്മളുടെ ഇടയിൽ അതൊരു വലിയ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് ലഭിക്കുന്നു. അവർ ഭയങ്കര എന്തോ സംഭവം പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ ഫ്രസ്ട്രേഷനാണ് പുറത്തെത്തിച്ചതെന്ന് പറയുന്നു. ഇത് ആദ്യമായിട്ട് സംഭവിച്ചാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇങ്ങനെ വാഴ്ത്തുപാട്ടുകളും വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാനും ആ രീതിയിൽ അതിനെ കാണാനുള്ള അവകാശമൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന എല്ലാ സംഗതിയും അത് ആദ്യമായിട്ടുണ്ടായതാണെന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം അവരെങ്ങനെയാണോ BJPയോ അല്ലെങ്കിൽ BJPയെ എതിർക്കുന്നതെന്നാണ് അവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തന്നെ അത് ചെയ്യുന്ന പോലെ അവരെ എതിർക്കാനും അവർ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. അവർ BJP എതിർക്കും, പക്ഷെ നമ്മൾ അവരെ എതിർക്കാൻ പാടില്ല. നിങ്ങൾ BJPക്കാരനാണെങ്കിലും അല്ലെങ്കിലും CJP പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരികേട് തെറ്റും ഒക്കെ കാണാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ആ രാജ്യത്താണ് നമ്മളിരിക്കുന്നത്, അത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു തീട്ടൂരമായിട്ട് വരുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവർ പറഞ്ഞതിൻ്റെ പ്രശ്നം എന്തെന്നുള്ളതാണ്. അത് രണ്ട് ലെവലിലാണ് നമ്മളതിനെ കാണുന്നത്. ഒന്ന്, ഇതേപോലെയുള്ള സംഗതികൾ ഇത് ആദ്യമായിട്ട് ഉണ്ടായതല്ല. ഇപ്പം നമ്മളും കുട്ടിക്കാലത്ത് നമ്മളും ഈ ചോരത്തളപ്പിലൊക്കെ നടക്കുന്ന എന്ന് പറയുന്ന ആ കാലഘട്ടം, തീർച്ചയായിട്ടും SFI ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ നമുക്കുണ്ടായിരുന്നല്ലോ ഒരു ജൻസി കാലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ ആളുകൾ പറയും, ഇപ്പം ഹിപ്പികൾ എന്നൊക്കെ പറയുന്ന മാതിരിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പേരിൽ പല ആളുകൾ ആ കാലഘട്ടങ്ങളിൽ അറിയും. ഇപ്പോൾ പണ്ടത്തെ കളിയാക്കുന്ന രീതികൾ അങ്ങനെയാണ്. അപ്പം എല്ലാ കാലത്തും യുവാക്കളായിട്ട് തന്നെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ ശബ്ദിക്കുന്ന യുവ തുർക്കികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതെല്ലാ കാലത്തും ഉണ്ട്. ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അപ്പോൾ ഇന്നിപ്പോൾ ജെൻസിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പോൾ ഇന്റർനെറ്റിന്റെ സ്വാധീനം അതുപോലുള്ള കാര്യങ്ങളും അത് കുറേയും കൂടിയും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കുറേയും കൂടിയും പഴയ കാലത്തുള്ള ആളുകൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് കാര്യങ്ങളിൽ കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നുണ്ടാവാം. എന്ന് വെച്ച് അവർക്ക് അവാൻഷികമായ എന്തെങ്കിലും കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ എടുത്തോളണം എന്നുള്ള ഒരു നിർബന്ധം പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്നത്. രണ്ട്, ഇതിനൊരു ബിഗ്ഗർ പിക്ചർ ഉണ്ട്. ഈ ഒരു ആഗോളതലത്തിൽ ഇതിന് മുൻ മാതൃകകൾ, ഇതുപോലുള്ള സംഗതികൾ എന്താണ് പിന്നീട് അവസാനിച്ചത്, പര്യവസാനം എന്തായിരുന്നു എന്നുള്ള രീതിയിൽ
അവിടെ നമുക്കറിയാം ജൻസി കലാപം എന്ന് തന്നെയാണ് അതിനെ തീർച്ചയായിട്ടും അല്ലേ? നേപ്പാളിലൊക്കെ സംഭവിച്ച പോലെ നേപ്പാളിലും ജൻസി കലാപങ്ങളുണ്ടായി. ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം, അതും ഒരു യുവാക്കളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് തുടങ്ങി, ഒരു സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള സാധനത്തിൽ നിന്ന് തുടങ്ങിയാണ് ആ നാട് ഇപ്പോൾ ഇന്ന് കുട്ടി ചോറായിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ചൈനയിൽ പണ്ട് ടിയാൻമെൻ സ്ക്വയറിൽ നമ്മൾ പറയും, അതും യുവാക്കൾ തന്നെയായിരുന്നു, അന്നത്തെ അവിടുത്തെ ജൻസിയായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഈ യുവാക്കൾ ഇതിനോട് പ്രക്ഷോഭമായിട്ട് ഇറങ്ങും. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഗതികൾ അത് അവിടുത്തെ യുവാക്കളാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ആ ഒരു പ്രക്ഷോഭത്തോട് ഇവർ യോജിക്കുന്നുണ്ടോ? ഇറാനിൽ നടക്കുന്ന യുവാക്കളുടെ പ്രക്ഷോഭത്തോട് ഇവർ യോജിക്കുന്നുണ്ടോ? അതുമില്ല. ഇനി മുല്ലപ്പൂ വിപ്ലവമായാലും ഈ പറയുന്ന ജൻസി കലാപം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതിയായാലും ഇതിലൊക്കെ ഒരു കോമൺ ഒരു ത്രെഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. ആ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യമായ വഴികൾ അത് തുറന്നിട്ടുള്ള രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ഇരിക്കുമ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവരൊരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലൊരു സാധനം, അത് കെയോസിന്, അതായത് ഒരു അരാജകത്വത്തിന് വഴിവെക്കുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ട് അത് മാറുമ്പോൾ, പര്യവസാനിക്കുന്ന ഒരു കാഴ്ച ചുറ്റുവട്ടത്ത് നമുക്ക് കാണുമ്പോൾ അത് നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ അത് ഇതിനകത്ത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ഒരു സംഗതിയെ അങ്ങനെ കാണാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതിനുള്ള മാതൃകകൾ അവർ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പറയേണ്ടി വരും. പിന്നെ ഇതുപോലുള്ള സംഗതികൾ ഇതിൽ ഇന്ത്യക്കൊക്കെ ഏറ്റവും വലിയൊരു ഗുണം, അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കോർണറിൽ നിന്ന് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ പാലസ്റ്റൈൻ ഇസ്രായേൽ വിഷയം വരുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ പ്രായോജകരായിട്ട് മാറുന്നത്. അവരതിനെ വലിയ തോതിൽ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പിന്നീട് എന്താ ഉണ്ടായെന്ന് നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് നാട്ടുകാർ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് അതിന് വലിയ പിന്തുണ ഇല്ല. ഗാസ വിഷയത്തിൽ ആ കണ്ണുനീരിനോ ആ ഇരവാദത്തിനോ ഇന്ന് വലിയ വേരോട്ടം ഇല്ല. അത് പറഞ്ഞതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ നേതാക്കൾ തോറ്റ് തുന്നം പാടുന്ന അവസ്ഥ പോലും ഉണ്ടായി. സ്വരാജിനൊക്കെ സംഭവിച്ച ആ അധപതനത്തിൻ്റെ കാര്യം അതാണ്. കാരണം വെച്ചാൽ പുള്ളി ആ രീതിയിലൊക്കെ പ്രീണനമൊക്കെ നടത്തി നോക്കി. ഹമാസ് അവരെന്ത് ചെയ്താലും അത് ന്യായീകരിക്കപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ തോന്നിവാസങ്ങളാണ് അതൊക്കെ പറഞ്ഞു വെച്ചത്. അതൊക്കെ അവസാനം തിരിഞ്ഞു പോത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഗാസ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന നാട്ടുകാർ കൂവി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് കേരളത്തിൽ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിന് വന്ന ആ ഒരു എവല്യൂഷൻ അങ്ങനെ നമ്മൾ കാണുകയാണ്. കാരണം അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിനെ പിന്തുണച്ചത് ഈ തീവ്ര ഇസ്ലാമിക പക്ഷക്കാരായതുകൊണ്ട് ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഏതിനെയാണ് പിന്തുണയ്ക്കേണ്ടത്, ഏതിലാണ് വസ്തുത ഉണ്ടാവാനുള്ള സാധ്യത എന്ന് അറിയാനുള്ള, ഇരവാദം എവിടെയാണ്, തീവ്രവാദം എവിടെയാണെന്നൊക്കെ കാണാനുള്ള വഴിയായിട്ട് അവർ തന്നെ തുറന്നിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ CJPയുടെ വിഷയം വരുമ്പോഴും അവർക്ക് കിട്ടുന്ന പിന്തുണ എവിടുന്നാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേ തീവ്ര ഇസ്ലാമിക പക്ഷത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ആളുകൾക്ക് ഇത് പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെൽ റിങ്ങിങ് മൊമെൻ്റ് ആയിട്ട് മാറുകയാണ്. അവിടെ മറ്റേ മുസ്ലിം ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇവർ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് വെറുതെ പറച്ചിലല്ല താനും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ബ്രദർഹുഡ് എഴുതി വെച്ച സംഗതിയാണ് ഈ സിവിലൈസേഷൻ ജിഹാദ് പ്രോസസ്സ് എന്നാണ് അവരതിനെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രീയം അല്ലെങ്കിൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയം, അങ്ങനെയാണ് നമ്മളതിനെ പറയേണ്ടത്. അല്ലാതെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് തെറ്റാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും, പൊളിറ്റിക്കൽ അല്ലാത്തൊരു ഇസ്ലാം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയില്ല, ഇസ്ലാം പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്സ് നമ്മളുടെ ന്യൂട്രലായിട്ടുള്ള ജനാധിപത്യ മതേതര പൊളിറ്റിക്സിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് വെക്കുന്നത്. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ അവിടുത്തെ പ്രശ്നങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ ഇസ്ലാമിക് പൊളിറ്റിക്സ് അത് പുറത്തിറക്കാനുള്ള വഴിയാക്കിയിട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ മുൻ മാതൃകകൾ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അതിന് അവർ പറയുന്ന വാക്ക് തന്നെയാണ്, അവരുടെ തന്നെ ഡോക്യുമെൻറ്റിലുള്ള സാധനമാണ് സിവിലൈസേഷൻ ജിഹാദ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ സിവിലൈസ്ഡ് കൺട്രീസിലുള്ള ആ സംഗതിയെ എടുത്തുകൊണ്ട് അത് നമ്മളുടേതാക്കി മാറ്റി, എന്നിട്ട് അതിലൂടെ നമ്മളുടെ ആശയത്തെ ഇറക്കുക, ഇതാണ് ചെയ്യുക. അപ്പോൾ മതേതരത്വം എടുക്കുന്നു, മതേതരത്വം നമ്മുടെ ആക്കുന്നു, നമ്മളുടെ നിയമങ്ങൾ നിങ്ങൾ അനുവദിക്കുന്നിടത്താണ് നിങ്ങളുടെ മതേതരത്വം പൂർണ്ണമാവുന്നുള്ളൂ. അതായത് നിങ്ങൾ പന്നി തിന്നുന്നവരായിരിക്കും, പക്ഷെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പന്നി തീറ്റ നിർത്തണം. ഇതാണ് അവിടെ. ഇപ്പോൾ ഈ വന്ദേമാതരം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. വന്ദേമാതരത്തിന് എന്താ കുഴപ്പം? ഇതാണ് ഞാൻ ചോദിക്കണത്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഇത് അവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കുന്നിടത്താണ് മതേതരത്വം പുലരുന്നുള്ളൂ, ജനാധിപത്യം പുലരുന്നുള്ളൂ എന്ന രീതിയിൽ അതിനെ ട്വീക്ക് ചെയ്യുക, അതിനെ
സ്ക്യൂ ചെയ്യുന്ന ഒരു പണി, വളച്ചൊടിക്കുന്ന പരിപാടി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സിവിലൈസേഷൻ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ എഴുതി വെച്ചത്. അവരുടെ വിഷൻ 2047 ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇൻഫിൽട്രേറ്റ് എന്ന് പറഞ്ഞ ആ വാക്കാണ് അവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വന്ദേ മാതരത്തിന് എന്താ പ്രശ്നം? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ത്യയിൽ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സംഗതി, ആ പാട്ട് പാടുന്നതിനോട്, ഞാൻ ഒരു ദേശീയ ഗീതം എന്നുള്ള നിലയ്ക്ക് അത് പാടുന്നതിനോട് എതിർപ്പ് ഏതെങ്കിലും ഒരു വിഭാഗം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗം നടത്തേണ്ടത്? സത്യത്തിൽ ഇവിടുത്തെ നിരീശ്വരവാദികളല്ലേ? ഞാൻ നിരീശ്വരവാദിയാണ്. പക്ഷെ എനിക്ക് ആ പാട്ടിനോട് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള, ഞാൻ എൻ്റെ ലൈവിലൊക്കെ എപ്പോഴും പാടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇടുന്ന ഒരു സംഗതിയാണ്. രാജ്യസ്നേഹം കൂടിയാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മനുഷ്യർ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ആ ഒരു നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ നമ്മളൊരു സൊസൈറ്റൽ ജീവിയാണ്, ഒരു സോഷ്യൽ ആനിമൽ ആണെന്നൊക്കെ നമ്മൾ പറയും, ഒരു പൊളിറ്റിക്കൽ ആനിമലാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒന്നിപ്പിക്കാൻ ചില കാര്യങ്ങൾ വേണം, അതേപോലെ തന്നെ നമ്മളെ വിഘടിപ്പിക്കാനും ചില കാര്യങ്ങൾ വേണം. അപ്പം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിന്? ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ്. ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. അതിൽ ഭാഷ ഒരു ഘടകമാണ്, ജാതി ഒരു ഘടകമാണ്, മതം ഒരു ഘടകമാണ്, നമ്മളുടെ സ്കിൻ കളറ്, അതേപോലെ മറ്റു പല ഘടകങ്ങൾ അതേപോലെ വരും, ഈ ജെൻഡർ വരും, അങ്ങനെ പല പല രീതിയിൽ വരും. നാഷണൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ പോയി മലയാളിയാണോ എന്ന് ചോദിച്ച് മലയാളിയാണെന്ന് ഒരു 10 ആൾ കണ്ട അത് മലയാളി അസോസിയേഷൻ ആവുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അമേരിക്കയിലാണെങ്കിൽ അവിടെ മലയാളി അസോസിയേഷൻ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ചന്ദ്രനിൽ പോയാൽ പോലും അവിടെയും നമ്മൾ തന്നെയാണ്. ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനാണോ, ഓക്കെ ഇന്ത്യക്കാർ. എന്നിട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ കാണും ഒരു പഞ്ചാബി കൂട്ടം അല്ലെങ്കിൽ ഒരു മലയാളി കൂട്ടം. ഇനി മലയാളി, ഇനിയിപ്പോൾ ഇന്ത്യക്കാർ അവിടെ ഉയർന്ന ജാതികളുടെ കൂട്ടം, താഴ്ന്ന ജാതികളുടെ കൂട്ടം, അതിനകത്ത് ഉമ്മത്തിൻ്റെ കൂട്ടം, മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഇതൊക്കെ നമ്മളിവിടെ കാണുകയാണ്. നമുക്ക് സത്യത്തിൽ ഏത് അടിസ്ഥാനത്തിലുള്ള കൂടുന്നതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ഈ ഹ്യൂമനിസത്തെ നമ്മൾ ഉയർത്തി വെക്കുമ്പോൾ ആ ഹ്യൂമനിസ്റ്റ് വാല്യൂസ് മുന്നോട്ട് വെക്കാൻ, അത് ഒരു കോപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ നിലനിർത്താൻ നമുക്ക് ഏറ്റവും ഇന്ന് സാധിക്കുന്ന ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് നാഷണൽ ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഏറ്റവും എളുപ്പം സാധിക്കുക. അതിൽ നമ്മളെ ബൗണ്ടറി വരും, നമ്മളുടെ മേന്മകൾ വരും, നമ്മളുടെ കഥകൾ വരും, എല്ലാം അതിനകത്ത് വരും. ആ ചരിത്രം വരും, ഹിസ്റ്ററി വരും, ഈ കൾച്ചർ വരും, എല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത്. അതിലെ ഒരു പ്രധാന ഘടകമാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരം, ആ ഗീതം, അത് ഇതേപോലെ ഒരു ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഇടയിലെ ആളുകൾക്ക് വലിയൊരു പോരാട്ട വീര്യം സമ്മാനിക്കുകയും ചെയ്തത്, അതിനുവേണ്ടി അത് ഉപയോഗിച്ചത് ആരാണ്? അന്നത്തെ കോൺഗ്രസ് ആണ്. അതിന് ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ വിരളി പൂണ്ടത് ആരാ? സത്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു നിരോധനം ആദ്യം വന്നു അതിന്. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്നത് അവർ ദേശവിരുദ്ധരാണ്, അവർ പുറത്തുനിന്ന് വന്നവരാണ്, അവർ നമ്മളുടെ ശത്രുക്കളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ വന്ദേ മാതരത്തിന് ആദ്യമായിട്ട് എതിര് നിന്നത് ബ്രിട്ടീഷുകാരാണ്. അവരെ നമ്മൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത് അന്നും ഇന്നും. ഇന്ന് നമ്മൾ പറയുന്ന ഈ ആദ്യത്തെ ഭാഗം കുഴപ്പമില്ല, പിന്നത്തെ ഭാഗം പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യം പോലും ഇല്ല എന്ന് ഞാൻ പറയാം. അർത്ഥം പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളത് പോലും ചോദ്യമല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആദ്യം എതിർക്കേണ്ടത് ഞാനാണ്. തീർച്ചയായും ആ പ്രശ്നം ഇനി പ്രശ്നമാണോ എന്നുള്ളതാണ്, പ്രശ്നമല്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ ഉമ്മാനെ അല്ലെങ്കിൽ നമ്മളെ വീടിനെ കുറിച്ച് നമ്മളൊരു പാട്ടുണ്ടാക്കുന്നു. ഈ വീട് എൻ്റെ ഉമ്മയെ പോലെയാണ്, ഉമ്മയെ ഞാൻ എത്ര സ്നേഹിക്കുന്നു അതേപോലെ ഞാൻ എൻ്റെ വീടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു ദേവതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ ലെവലിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് അതേപോലെ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതാവുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ അർത്ഥം നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാങ്ക് വിളിയൊക്കെ നിരോധിക്കണ്ടേ അല്ലേ? ഈ ബാങ്ക് വിളിയിൽ എന്താണ് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുമ്പോൾ പിന്നെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പോകണമെന്ന് നമ്മൾ ചോദിക്കണം അവിടെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അർത്ഥം എടുത്തിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് വന്നാൽ ഇവിടെ പലതും നിരോധിക്കേണ്ടി വരും. എല്ലാ കാര്യത്തിലും അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ആ ബിഗർ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. BJP സർക്കാർ ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരിത് എൻഫോഴ്സ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്താണ്? അത് ദേശീയ ഉത്ഗ്രഥനം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അത് നാഷണൽ ഇൻ്റഗ്രേഷനാണ്. ആ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയെ ഉയർത്തുമ്പോൾ
ആ സാധനത്തെ ഉൾക്കൊണ്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി അതല്ല ബി ജെ പിക്കാർ കൊണ്ടുവന്നത് ഇത് ഹിന്ദു മതത്തിൻ്റെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിനാദ്യം എതിർക്കുന്നത് ഞാനായിരിക്കും. അവരങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ഹിന്ദു മതത്തിൻ്റെ സാധനമായതുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്നല്ല, ഇത് നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയുടെ കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് എടുക്കണം എന്ന് പറയുമ്പോൾ ഇത് മതത്തിനെതിരാണ് അതുകൊണ്ട് നമ്മൾ എടുക്കില്ല എന്ന് പറയുന്നത് ആണ് അവിടുത്തെ തോന്നിവാസം. അതാണ് അവിടുത്തെ അശ്ലീലം. അതിപ്പോഴും മുസ്ലിം നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദ്യം ഇതിനെ എതിർത്ത ബ്രിട്ടീഷുകാരെ നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തെ ശത്രുക്കളായിട്ട് കാണേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാവുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സ്വയം ചിന്തിക്കണം, നിങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പമാണോ അത് ഇന്ത്യക്കാരോടൊപ്പമാണോ എന്ന്. ചിന്ത മാറ്റേണ്ടിയിരിക്കുന്നു. അതെ. ഇനി ഈ ഒരു പ്രശ്നം ഇത് അംബേദ്കർ ഒക്കെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഇന്ത്യയെ ഒരു മദർലാൻഡായിട്ട് കാണാൻ കഴിയില്ല എന്ന് ആദ്യം ഇത് പറഞ്ഞ് പച്ചയ്ക്ക് എഴുതി വെച്ച ആളാണ്. മുസ്ലിങ്ങൾക്ക് ഈ ഇന്ത്യയെ ഒരു മാതൃരാജ്യമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അംബേദ്കറാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് മുസ്ലിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് എവിടെ പോകാം? അവരുടെ രാജ്യമുണ്ടല്ലോ പാകിസ്ഥാൻ, അതല്ലേ അന്ന് മുറിച്ചു കൊടുത്തത്. അവിടെ പോയിക്കോ, നിങ്ങൾ അവിടെ പോയിട്ട് വന്ദേമാതരം പാടണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കുകളെയും ദിക്കറൊക്കെ ചൊല്ലി അവിടെ ഇരുന്നോ. ഇതല്ലേ നമ്മൾ പറയുന്നത്. അന്നും അതന്നെയല്ലേ പറഞ്ഞു, അംബേദ്കറും അതന്നെയല്ലേ പറഞ്ഞു. അത് ഇന്നും നമുക്ക് പറയാം, പറയിപ്പിക്കരുതെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രവും ഉൾക്കൊണ്ട് ആ പോരാട്ട വീര്യവും അതിൻ്റെ ചരിത്രവും മനസ്സിലാക്കി തന്നെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ കാണേണ്ട കാര്യം അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ പോലും ഇത് ചെയ്യാതെ അവർക്ക് ഇതിലെന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഇത്ര പറഞ്ഞു കൊടുക്കാൻ എന്തത്ര വലിയ ബുദ്ധിമുട്ട്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇതിൽ ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട എന്ത് കാര്യം ആവശ്യകതയില്ല. പക്ഷെ ഇത് ചർച്ചയാകുമ്പോൾ ഇത് ആർക്കാ മൈലേജ്? ഇവിടെ ആരാണ് ദേശഭക്തിയുള്ള ആള്, ആരാണ് ദേശഭക്തി ഇല്ലാത്ത ആള് എന്നുള്ള കാറ്റഗറൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇവരല്ലേ. ഇതൊന്നും ചിന്തിക്കാത്ത ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പോലും ഇത് ചിന്തിപ്പിച്ച് ഇത് മുസ്ലിങ്ങൾ മുഴുവൻ ദേശവിരുദ്ധരാണ് എന്ന് പറയുന്ന തലത്തിലേക്ക്, അവർക്ക് മതമല്ലാതെ വേറൊരു സാധനം തലയിലേക്ക് കയറില്ല, അവരുടെ തലച്ചോറ് മുഴുവൻ ഈ സാധനമാണ്, തലച്ചോറ് അല്ല ഹൃദയച്ചോറ് മുഴുവൻ ഈ സാധനമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് വന്ദേമാതരത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഓരോ വിഷയത്തിലും ഇങ്ങനെ പന്നി വിളമ്പുമ്പോൾ നിങ്ങൾ വിളമ്പുന്നതായിരിക്കാം, പക്ഷെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വിളമ്പരുത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെയാണ് ഈ സിവിലൈസേഷൻ ജിഹാദ് പറയുന്നത്. അവർ തീരുമാനിക്കും എന്താണ് ഇനി നിങ്ങളുടെ നിയമം എന്നുള്ളത്. ഇതാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു രീതിയിൽ ചെയ്തു വെക്കുന്ന ആളുകളുടെ കോമൺ ഫോർമുലയാണ് നാട്ടിലെ പ്രശ്നം. ഗെയിൽ സമരം ഏറ്റുപിടിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ മറ്റേ ചുങ്കപ്പാതക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊക്കെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ഏറ്റുപിടിച്ചുകൊണ്ട് അതിൽ അവർ സമര നായകന്മാരായി മാറി. ഇത് അവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെൻ്റ് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്, മുസ്ലിം ബ്രദർഹുഡ് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ, സിവിൽ ഇഷ്യൂസിൽ നമ്മൾ ഇടപെടണം, അവരുടെ രക്ഷകരായിട്ട് നമ്മൾ അവതരിക്കണം. ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വായിച്ചുകൊണ്ട് ഇതിങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബിഗർ ഇഷ്യൂ, ഇതിൻ്റെ ബിഗർ പിക്ചറിലുള്ള പ്രശ്നം, ഇതിൻ്റെ ഐഡിയോളജിക്കൽ ഇഷ്യൂ. ഇവർ ഈ ഒരു കെയോസ് എഞ്ചിനീയർ ചെയ്യുന്നതാണ് CJP എന്ന് പറയുന്നതിൻ്റെ കാരണം, അതങ്ങനെ സസ്പെക്ട് ചെയ്യാനുള്ള കാരണം ഈ ഒരു പാറ്റേൺ ആണ്. ഇത് ആഗോള പാറ്റേൺ ആണ്. അത് ഇന്ത്യയിൽ നമ്മളിവിടെ കാണും. ഇതാണ് ഇതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ സാധനങ്ങളാണ്, ഇവർ എഴുതി വെച്ചതും ഇവർ പ്രചരിപ്പിച്ചതും. അതാണ് ഇതിൽ മറ്റൊരു കോർ വശം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇതിനോട് എതിർക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, ഇനി രണ്ടാമത്തെ ഈ വശം നമ്മൾ എടുത്തു നോക്കാം. ഇതിൽ ആദ്യം ഇവർ പറയുന്നത് ഇതിൻ്റെ അംഗത്വ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ലേസി ആയിരിക്കണം, അൺഎംപ്ലോയിഡ് ആയിരിക്കണം, നിങ്ങൾക്ക് ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം, പിന്നെ പ്രൊഫഷണലി റാൻഡ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അവർ അതിൻ്റെ കഴിവുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോടിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ CJPയോടൊപ്പം ചേരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്: ഞാൻ ലേസി അല്ല, ഞാൻ അൺഎംപ്ലോയിഡ് അല്ല, എനിക്ക് ക്രോണിക്കലി ഓൺലൈനായിട്ട് ഇരിക്കാനുള്ള സമയമില്ല, നമുക്ക് ഇതേപോലെ തൊള്ളപടായി പറയാനുള്ള അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ അവരുടെ റൂൾ പ്രകാരം ഞാൻ ഇതിന് യോഗ്യനല്ല, അതുകൊണ്ട് നമ്മളെ വിട്ടേക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശരി, ഇനി അടുത്തത് ഇവർ പറയുന്ന സാധനം, ഇതിനകത്ത് 5 പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന്, ജഡ്ജസിന് കൊടുക്കുന്ന പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന സംവരണത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, വോട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തണം എന്ന് പറയുന്നൊരു സംഗതി. 4, ഇവർ പറയുന്നത് പത്രമാധ്യമങ്ങൾ, അതിൽ അദാനിക്കും അംബാനിക്കും റോളുള്ള മാധ്യമങ്ങളൊക്കെ പൂട്ടണം, അതിൽ ആങ്കേഴ്സിന്, ഗോഡി മീഡിയ ആങ്കേഴ്സിനെതിരെ EDയുടെ അന്വേഷണം വിടണം. ഇതാണ് പറയുന്നത്.
5 അവർ പറയുന്നത് പാർട്ടി വിട്ട് കൂറുമാറുന്ന MLA MP അവരെ 20 വർഷത്തേക്ക് ബാൻ ചെയ്യണം. ഇത്രയും സാധനമാണ് പറയുന്നത്. ഇത് 5ഉം കേൾക്കുമ്പോൾ ഇത് കൈയടിക്കുകയാണ് ആൾക്കാർ. ഓക്കെ, ഇത് ഓരോന്നും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇതിൽ എന്താണ് സംഗതിയുള്ളത്? ഒന്നാമത്തത് ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് BJP മാത്രമാണോ ചെയ്യുന്നത്? അല്ല. BJP ആണോ കണ്ടുപിടിച്ചതല്ല. ഇത് തുടക്കം വെച്ചതും ഇത് കൊണ്ടു നടക്കുന്നത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ് ആണ്. അപ്പോൾ സത്യത്തിൽ ഇവർ ഈ പറയുന്ന സാധനം ഇവർ പറയുന്നത് BJPക്ക് എതിരെയാണെന്ന് പറയുമ്പോൾ ഇത് ചെയ്തത് കോൺഗ്രസും ആകുന്ന സമയത്ത് ഇതൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ജെൻസി ആവട്ടെ ആരും ആയിക്കോട്ടെ, ആർക്കായാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഈ വിഷയം BJP മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ ഗുണകരമാകുന്ന ആർക്കാണ്? BJPക്കാണ്. ഇത് ട്രോളുന്നത് ആരെയാണ് സത്യത്തിൽ? അപ്പോൾ ഇത് കോൺഗ്രസിനല്ലേ ട്രോളുന്നത്? അപ്പോൾ ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ച് ഇത് ചർച്ചയാക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം നിലവിൽ പാർലമെൻറ്റിൽ ആർക്കാണ്? ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം ഇത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവരെ അല്ലേ അൺഎംപ്ലോയിഡ് എന്നും ലേസി എന്നും ക്രോണിക്കലി ഓൺലൈൻ എന്നും ഈ പറയുന്ന വെറുതെ തൊള്ളപ്പെടായി ഇട്ട് ഇരിക്കുകയാണെന്ന് കളിയാക്കുന്നത്. അപ്പോൾ ഇത് BJPക്ക് എതിരെയാണോ കോൺഗ്രസിനെതിരെയാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഇത് കോൺഗ്രസിനെതിരെ, ഇവിടുത്തെ പ്രതിപക്ഷത്തിനെയാണ് സത്യത്തിൽ ഇത് ട്രോളുന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ തോന്നിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അവർ ഞങ്ങൾ BJP ആണ് ഉദ്ദേശിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ തോൽവിയാണ്. കാരണം ഈ പറഞ്ഞ സാധനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ഇവിടുത്തെ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതാണ് അതിൽ വരുന്നത്.